ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫ്ലോറസൻസ്. ആൻജിയോസ്പേംസിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് സാധാരണയായിട്ട് രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. ചില പ്ലാന്റുകളിൽ ഫ്ലവേഴ്സ് സിംഗിളായിരിക്കും, ചില പ്ലാന്റുകളിൽ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഗ്രൂപ്പായി കാണപ്പെടുന്ന ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഫ്ലോറസൻസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ എ കോമൺ സ്റ്റോക്ക്. ഒരു കോമൺ സ്റ്റോക്കിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഒരു ഇൻഫ്ലോറസൻസിൻ്റെ കോമൺ സ്റ്റോക്കിനെ നമ്മൾ പിടങ്കിൾ എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ഇവിടെ രണ്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഡയഗ്രത്തിലും ഈ ഓറഞ്ച് കളറ് കൊടുത്തിട്ടുള്ളത് ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ ഇതിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ള ഈ മെയിൻ ആക്സിസ് ആണ് പിടങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ആക്സിസിനെ പറയുന്ന പേരാണ് പെഡിസെൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് കൈൻഡ്സ് ഓഫ് ഇൻഫ്ലോറസൻസ് നോക്കാം. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് പിടങ്കിൾ ആൻഡ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്, ഇൻഫ്ലോറസൻസ് ആർ ഓഫ് 3 types. ദാറ്റ് ഈസ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്, ദെൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. ഇവരുടെ പ്രത്യേകതകളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇവരുടെ മിക്സ്ഡ് ആയിട്ടുള്ള പ്രത്യേകതകൾ കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസുകളെയാണ് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെയും സൈമോസ് ഇൻഫ്ലോറസൻസിൻ്റെയും ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ആദ്യത്തെ ടൈപ്പ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ഇൻഡെഫിനിറ്റ് ഇൻഫ്ലോറസൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവരുടെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആയിട്ടുള്ളതാണ്. അതായത് മെയിൻ ആക്സിസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും. യങ്ങർ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഓൾഡർ ഫ്ലവേഴ്സും. റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് പുതിയ പുതിയ ബഡ്ഡുകൾ ഈ ഒരു ഇൻഫ്ലോറസൻസിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഗ്രോവിങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണ്. ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇൻഫ്ലോറസൻസുകൾ അക്രോപെറ്റൽ സക്സഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേര് അക്രോപെറ്റൽ സക്സഷൻ എന്നാണ്. ഇനി അടുത്ത ടൈപ്പ് ഇൻഫ്ലോറസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിടങ്കിൾ എൻഡ്സ് ഇൻ എ ഫ്ലവർ. മെയിൻ പിടങ്കിൾ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൽ അങ്ങ് എൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ കവിഞ്ഞ് വളരാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഫ്ലവറും കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതൊരു ഡെഫിനിറ്റ് ഗ്രോത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇനി അടുത്ത ലാറ്ററൽ ബ്രാഞ്ചസ് വരുന്നത് ഇതിൻ്റെ ബേസിൽ നിന്നായിരിക്കും. ഈ ഫ്ലവറിൻ്റെ ബേസിൽ നിന്നായിരിക്കും 2 ലാറ്ററൽ ബ്രാഞ്ചസ് വരുന്നത്. ിക്കുന്ന രീതിയെ നമ്മൾ ബേസിപെറ്റൽ സക്സഷൻ എന്നാണ് പറയുന്നത്. അതായത് സൈമോസ് ഇൻഫ്ലോറസൻസിൽ ഓൾഡർ ഫ്ലവേഴ്സ് ടിപ്പിലും യങ്ങർ ഫ്ലവേഴ്സ് ബേസിലുമാണ് കാണുന്നത്. സൈമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസിപെറ്റൽ സക്സഷൻ എന്ന് പറയുന്നു. അതായത് സൈമോസ് ഇൻഫ്ലോറസൻസിൽ ഓൾഡർ ഫ്ലവറിനെ ടിപ്പിലും അതുപോലെ തന്നെ യങ്ങർ ഫ്ലവറിനെ ബേസിലുമായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഓൾഡർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഫോം ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. പിടങ്ങൾ ആദ്യം ഒരു ഫ്ലവറിൽ അങ്ങ് എൻഡ് ചെയ്യുന്നത് കൊണ്ട് ആദ്യം ഫോം ചെയ്യുന്ന ഫ്ലവർ എന്ന് പറയുന്നത് ടിപ്പിൽ കാണുന്നു. പിന്നീട് വരുന്ന ബ്രാഞ്ചസ് ആ ഫ്ലവറിൻ്റെ ബേസിൽ നിന്ന് ആദ്യം ഫോം ചെയ്യുന്ന ഫ്ലവറിൻ്റെ ബ്രാക്റ്റിൻ്റെ ആക്സിലിൽ നിന്നായിരിക്കും അടുത്ത ബ്രാഞ്ചസ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കാണുന്നത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ് ഒരു ഡെഫിനിറ്റ് ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുവാണ്, റെസിമോസ് ഇൻഫ്ലോറസൻസ് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്നതാണ്, സൈമോസ് ഇൻഫ്ലോറസൻസ് ഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്നതാണ്. റെസിമോസ് ഇൻഫ്ലോറസൻസിൽ അക്രോപെറ്റൽ സക്സഷൻ ആണ്. ഇവിടെ ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും കാണുന്നു. എന്നാൽ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുക മാത്രമല്ല, ഇതിൽ ബേസിപെറ്റൽ സക്സഷൻ ആണുള്ളത്. ഇവിടെ ഓൾഡർ ഫ്ലവേഴ്സ് ടിപ്പിലും യങ്ങർ ഫ്ലവേഴ്സ് ബേസിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഇൻഫ്ലോറസൻസുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ റെസിം. റെസിമോസ് ഇൻഫ്ലോറസൻസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്പ് സിമ്പിൾ റെസീമാണ്. അതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത്. സിമ്പിൾ റെസീം എന്ന് പറയുന്നത് യങ്ങർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ടിപ്പിലും ഓൾഡർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ബേസിലും ആയിരിക്കും. ഈ ഒരു മെയിൻ ആക്സിസ്, ഇതാണ് പിടങ്കൽ എന്ന് പറയുന്നത്. മെയിൻ ആക്സിസ് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്
കാണിക്കുന്നതാണ്. ഇതാണ് സിമ്പിൾ റസീം എന്ന് പറയുന്നത്. സിമ്പിൾ റസീം. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ അക്രോപെറ്റൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ടൈപ്പാണ് പാനിക്കിൾ. പാനിക്കിൾ എന്ന് പറയുന്നത് കോമ്പൗണ്ട് റസീംസ് ആണ്. ഇവിടെ ചെറിയ ചെറിയ സിമ്പിൾ റസീംസിൻ്റെ ഒരു ഗ്രൂപ്പാണുള്ളത്. ഇവിടെ സിമ്പിൾ റസീംസ് വീണ്ടും ഒരു കോമൺ ആക്സിസിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാനിക്കിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു സിമ്പിൾ റസീമാണ്, അടുത്തതൊരു സിമ്പിൾ റസീമാണ്, ഇതൊരു സിമ്പിൾ റസീമാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സിമ്പിൾ റസീംസ് ചേർന്നിട്ട് ഒരു കോമൺ ആക്സിസിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് പാനിക്കിൾ എന്നുള്ളത്. പാനിക്കിൾ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് കോറിംബ്. മൂന്നാമത്തെ ടൈപ്പ് കോറിംബാണ്. രാജമല്ലി അല്ലെങ്കിൽ സിസാൽപീനിയ എന്ന് പറയുന്ന പ്ലാന്റാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോറിംബ്. കോറിംബിൽ ഇവിടെയും അക്രോപെറ്റൽ രീതിയിൽ തന്നെയാണ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലുമാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ യങ്ങർ ഫ്ലവേഴ്സിൻ്റെ പെഡിസൽ ചെറുതും ഓൾഡർ ഫ്ലവേഴ്സിൻ്റെ പെഡിസൽ വളരെ ലോങ്ങും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവറുകളെല്ലാം ഏകദേശം ഒരേ ലെവലിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതാണ് കോറിംബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അക്രോപെറ്റൽ സക്സഷൻ. യങ്ങർ ഫ്ലവേഴ്സ് ആർ അറ്റ് ടിപ്പ് ആൻഡ് ഓൾഡർ ഫ്ലവേഴ്സ് അറൈസ് ഫ്രം ദ ബേസൽ പോർഷൻ. പക്ഷേ ഇവിടെ അറേഞ്ച്മെൻറ്റിൽ പെഡിസലിൻ്റെ ലെങ്തിലാണ് വ്യത്യാസമുള്ളത്. ഇവിടെ യങ്ങർ ഫ്ലവറിൻ്റെ പെഡിസൽ ചെറുതും ഓൾഡർ ഫ്ലവറിൻ്റെ പെഡിസൽ വലുതുമായതുകൊണ്ട് അല്ലെങ്കിൽ നീളം കൂടുതലും ആയതുകൊണ്ട് ഇവിടെ ഫ്ലവേഴ്സ് എല്ലാം ഒരേ ലെവലിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഇതാണ് കോറിംബ് എന്ന് പറയുന്നത്. കോറിംബ്. ഇനി അടുത്ത ടൈപ്പാണ് അമ്പൽ. അമ്പൽ എന്ന് പറയുന്നത് ഇവിടെ പിടങ്കിൾ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും. ഈ പിടങ്കിളിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നായിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. പിടങ്കിൾ ഷോർട്ടാണ്. ഇതാണ് പിടങ്കിൾ എന്ന് പറയുന്നത്. പിടങ്കിൾ ഷോർട്ടാണ്. ഈ പിടങ്കിളിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ഒരേ ലെവലിലായിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിലും യങ്ങർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സെൻട്രലും ഓൾഡർ ഫ്ലവേഴ്സ് പെരിഫറിയിലുമായിരിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. കോറിംബിൽ നിന്നുമുള്ള ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെഡിസലുകളെല്ലാം ഇതാണ് പെഡിസലുകൾ. പെഡിസലുകളെല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ കോറിംബിൽ യങ്ങർ ഫ്ലവറിന് ചെറിയ പെഡിസലും ഓൾഡർ ഫ്ലവറിന് ലോങ് പെഡിസലുമായിരുന്നു. എന്നാൽ ഇവിടെ അമ്പലിൽ പെഡിസലിൻ്റെ ലെങ്ത് എല്ലാ ഫ്ലവറിലും യങ് ആണേലും ഓൾഡ് ആണേലും എല്ലാത്തിലും സെയിം ലെങ്തിലായിരിക്കും. ഇവരെല്ലാം ഒരു പോയിന്റിൽ നിന്നാണ് എറേസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സെയിം ലെവലിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. ഇതാണ് അമ്പൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോമ്പൗണ്ട് അമ്പലുണ്ട്. ഇങ്ങനെ അമ്പലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് അമ്പൽ. ഇനി അടുത്ത ഇൻഫ്ലോറസൻസ് ആണ് സ്പൈക്ക് എന്ന് പറയുന്നത്. ഇതും അക്രോപെറ്റൽ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. യങ്ങർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ടിപ്പിലായിട്ടും അതുപോലെ തന്നെ ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലായിട്ടുമാണ് കാണപ്പെടുന്നത്. പിന്നീട് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലവേഴ്സ് സെസൈലാണ്. സെസൈൽ എന്ന് പറഞ്ഞാൽ പെഡിസൽ ഇല്ലാത്ത ഫ്ലവേഴ്സാണുള്ളത്. സാധാരണ ഇൻഫ്ലോറസൻസ് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസിൽ പോലെ തന്നെയാണ് സ്പൈക്ക് എന്ന് പറയുന്നതും. പക്ഷേ സാധാരണ സിമ്പിൾ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സിന് പെഡിസലുണ്ട് അഥവാ തണ്ടുകളുണ്ട്. എന്നാൽ ഇവിടെ സ്പൈക്ക് എന്ന് പറയുന്നത് അക്രോപെറ്റൽ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. പക്ഷേ ഫ്ലവേഴ്സ് ആർ സെസൈൽ. സെസൈൽ എന്ന് പറഞ്ഞാൽ പെഡിസൽ ഇല്ലാത്ത ഫ്ലവേഴ്സാണുള്ളത്. ഇതാണ് സ്പൈക്ക്. നമ്മുടെ അമരാന്തേസിയ ഫാമിലിയിലെ ഒരു പ്രത്യേകതയാണ് സ്പൈക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പാഡിക്സ് എന്ന് പറയുന്നതാണ്. സ്പൈക്കുമായിട്ട് വളരെ സിമിലറായിട്ടുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണ് സ്പാഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ആന്തൂറിയമൊക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സ്പൈക്കിനെ കവർ ചെയ്തിട്ട് ഒരു സ്പെയ്ത്ത് അഥവാ ഒരു ബ്രാക്റ്റ് ഉണ്ടായിരിക്കും. ഈ കൊടുത്തിരിക്കുന്ന ഈ വെളുത്ത ഈ ഒരു ഓർഗൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സ്പെയ്ത്ത് അഥവാ ബ്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലോറസൻസിനെ മുഴുവൻ കവർ ചെയ്തിട്ട് ഒരു സ്പെയ്ത്ത് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്പാഡിക്സ്. അപ്പോൾ സ്പാഡിക്സ് എന്ന് പറയുന്നത് സ്പൈക്കിനെ കവർ ചെയ്തിട്ട് ഒരു ബ്രാക്റ്റ് വരികയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് സ്പാഡിക്സ്.
ഇനി അടുത്ത ടൈപ്പാണ് കാറ്റ്കിൻ എന്ന് പറയുന്നത്. കാറ്റ്കിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതൊരു പെൻഡുലസ് ആയിട്ടുള്ളൊരു ഇൻഫ്ലോറസൻസ് ആണ്. അതായത് ഇത് സാധാരണയായിട്ട് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. ഫ്ലവേഴ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സെസൈലായിരിക്കും, ഇവർക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇത് പെൻഡുലസ് ആയിരിക്കും. ഇത് കുറച്ചുകൂടി ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെല്ലാം യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്, അതുപോലെ തന്നെ പെൻഡുലസ് ആണ്. ഇതാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കാറ്റ്കിൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഇൻഫ്ലോറസൻസ് കൂടെ ഉണ്ട്, ഹെഡ് ഇൻഫ്ലോറസൻസ് എന്നാണ് പറയുന്നത്. ഹെഡ് ഇൻഫ്ലോറസൻസ് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഇൻഫ്ലോറസൻസ് ആണ് ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അടുത്ത ഇൻഫ്ലോറസൻസ് ആണ് ഹെഡ് ഓർ ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇതൊരു റെഡ്യൂസ്ഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഈ ഇൻഫ്ലോറസൻസിൽ ഇവിടെ പിടങ്ങൾ എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പിടങ്ങൾ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും. ഈ ഷോർട്ടായിട്ടുള്ള പിടങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു മോഡിഫൈഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഇവിടെ പിടങ്ങളിൻ്റെ ടിപ്പ് മോഡിഫൈ ചെയ്ത് ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ റിസപ്റ്റക്കിൾ എന്ന് പറയും. ഈ റിസപ്റ്റക്കിളിലാണ് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇതും ഒരു സെൻട്രിപെറ്റൽ ഫാഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇതിലെ സെൻറ്ററിൽ യങ്ങർ ഫ്ലവേഴ്സും ഇതിൻ്റെ പെരിഫറിയിലോട്ട് പോകുന്തോറും ഓൾഡർ ഫ്ലവേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊരു സെൻട്രിപെറ്റൽ ഫാഷനിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇതാണ് ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ഇൻഫ്ലോറസൻസ് എക്സാമ്പിൾ സൺഫ്ലവർ നമുക്ക് കരുതാം. സൺഫ്ലവർ ഒരു സിംഗിൾ ഫ്ലവർ അല്ല, ഒരു ഇൻഫ്ലോറസൻസ് ആണ്. ഇതിൽ നമ്മൾ കാണപ്പെടുന്ന, നമ്മൾ പെറ്റലെന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഫ്ലവേഴ്സാണ്. ഇതിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ പെറ്റലായിട്ട് കരുതപ്പെടുന്ന ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് റേ ഫ്ലോററ്റ്സ് എന്നാണ് പറയുന്നത്. RAY റേ ഫ്ലോററ്റ്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഈ സെൻട്രലിലുള്ള ഫ്ലവേഴ്സ്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ക് ഫ്ലോററ്റ്സ്. അപ്പം ഹെഡ് ഇൻഫ്ലോറസൻസിൽ നമുക്ക് 2 തരത്തിലുള്ള ഫ്ലോററ്റ്സുകളെ കാണാൻ പറ്റും. ഇതിലുള്ള ഫ്ലവറുകളെ നമ്മൾ ഫ്ലോററ്റ്സ് എന്നാണ് പറയുന്നത്, റേ ഫ്ലോററ്റ്സും ഡിസ്ക് ഫ്ലോററ്റ്സും. എന്നാൽ എല്ലാ ക്യാപിറ്റുലം അഥവാ ഹെഡ് ഇൻഫ്ലോറസൻസിലും ഇത്തരത്തിൽ നമുക്ക് റേ ആൻഡ് ഡിസ്ക് ഫ്ലോററ്റ്സിനെ കാണാൻ സാധിക്കത്തില്ല. ചില ഇൻഫ്ലോറസൻസുകളിൽ നമുക്ക് റേ ഫ്ലോററ്റ്സ് മാത്രമായിരിക്കും കാണുന്നത്. ചില ഇൻഫ്ലോറസൻസിൽ നമുക്ക് ഡിസ്ക് ഫ്ലോററ്റ്സ് മാത്രമായിരിക്കാം കാണുന്നത്. അപ്പോൾ റേ ഫ്ലോററ്റ്സോ അല്ലെങ്കിൽ ഡിസ്ക് ഫ്ലോററ്റ്സോ ഏതെങ്കിലും ഒരു ഫ്ലവർ മാത്രമുള്ള ഇൻഫ്ലോറസിനെ നമ്മൾ ഹോമോഗ്യാമസ് ഹെഡ് അഥവാ ഹോമോഗ്യാമസ് ക്യാപിറ്റുലം എന്ന് പറയും. എന്നാൽ 2 ടൈപ്പ് ഫ്ലവേഴ്സും കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസിനെ ഹെട്രോഗ്യാമസ് ഹെഡ് അഥവാ ഹെട്രോഗ്യാമസ് ക്യാപിറ്റുലം എന്ന് പറയും. ഇതാണ് ഹെഡ് ഇൻഫ്ലോറസൻസ് അഥവാ ക്യാപിറ്റുല ഇൻഫ്ലോറസൻസ്. ഒന്നുകൂടെ പറയുവാണ്, ഹെഡ് ഇൻഫ്ലോറസൻസിൽ പിടങ്ങൾ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും, വളരെ ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ എൻലാർജ് ചെയ്തിരിക്കും. ഇതിനെ നമ്മൾ പറയുന്നത് റിസപ്റ്റക്കിൾ എന്നാണ്. ഈ റിസപ്റ്റക്കിളിലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിലെ 2 ടൈപ്പ് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും, റേ ഫ്ലോററ്റ്സും അതുപോലെ തന്നെ ഡിസ്ക് ഫ്ലോററ്റ്സും. ഇതൊരു സെൻട്രിപെറ്റൽ ഫാഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി ചില ഫ്ലവേഴ്സിൽ റേ ഫ്ലോററ്റ്സ് അല്ലെങ്കിൽ ഡിസ്ക് ഫ്ലോററ്റ്സ് ഏതെങ്കിലും ഒരു ഫ്ലോററ്റ്സ് മാത്രമായിരിക്കും കാണുന്നത്. അവയെ ഹോമോഗ്യാമസ് ഹെഡ് അഥവാ ഹോമോഗ്യാമസ് ക്യാപിറ്റുലം എന്ന് പറയും. എന്നാൽ മറ്റ് ചില ഫ്ലവേഴ്സിൽ 2 ടൈപ്പ് ഫ്ലോററ്റ്സുകളും കാണാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്നത് ഹെട്രോഗ്യാമസ് ക്യാപിറ്റുലം എന്നാണ്. ഇത്തരത്തിലുള്ള ഹെഡ് ഇൻഫ്ലോറസൻസിനെ കവർ ചെയ്തിട്ട് ഒരു ഇൻവല്യൂക്കർ ബ്രാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവരെ